സാറിൻ്റെ പേഴ്സണൽ റീഡിങ്ങിൽ ഇതിൽ US ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് റീഡിംഗ് എന്ന് പറഞ്ഞത്. സോ അതൊന്ന് വിശദമാക്കാമോ സാർ? എന്തുകൊണ്ടാണ് സാർ ഇതിൽ US ഇടപെടൽ ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നത്? നമ്മൾ ഈ ഇടയ്ക്ക് കണ്ട ഒരു ന്യൂസ് ഉണ്ട്. ഡൊണാൾഡ് ട്രംപ് USAIDനെ റെസ്ട്രിക്റ്റ് ചെയ്യും. ഇപ്പോൾ USAIDൻ്റെ ഒരു ഫംഗ്ഷൻ പറയപ്പെടുന്നത് എക്സ്റ്റേണൽ രാജ്യങ്ങളിൽ US ഇൻഫ്ലുവൻസ് കൂട്ടുക, അവിടെ NGO ഫണ്ട് ചെയ്യുക. ഈ USAID തന്നെയായിരുന്നു പലതവണയും ബംഗ്ലാദേശിൽ ഇതുപോലുള്ള ഫണ്ടിങ് നടത്തുന്നത്. ശ്രദ്ധിക്കുക, ഇതൊരു കോൺസ്പിറസി തിയറി സർക്കിളുകളിലും പരക്കുന്നൊരു സാധനമാണ്. US സെൻറ്റ് ഹെലേന ഐലൻഡ് എന്ന് പറഞ്ഞ ഐലൻഡ്, സെൻറ്റ് മാർട്ടിൻ ഐലൻഡിൽ ഒരു സ്പേസ് വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഷെയ്ഖ് ഹസീനയോട് അവർ ചോദിക്കുകയുണ്ടായി. പക്ഷേ ഷെയ്ഖ് ഹസീന എന്ത് ചെയ്തു? സ്ട്രാറ്റജിക് ഓട്ടോണമി ആഗ്രഹിച്ച ഒരാളാണ്, മൾട്ടി അലൈൻമെൻറ്റ് ആഗ്രഹിച്ച ആളാണ്. ചൈനയുമായിട്ടും കണക്ഷൻ വേണം, ഇന്ത്യയായിട്ടും വേണം, USA ആയിട്ടും. അപ്പോൾ അവരിത് നിഷേധിച്ചു. അതുകൊണ്ട് US പപ്പറ്റായിട്ട് ആടാത്തത് കൊണ്ടാണ് ഷെയ്ഖ് ഹസീനെ USA പുറത്താക്കിയതെന്നുള്ള ഒരു ഓർക്കസ്ട്രേറ്റഡ് മൂവ്മെൻറ്റിലൂടെ പുറത്താക്കിയെന്നുള്ളൊരു വാദം ശക്തമാണ്. ഇതിനകത്ത് ഡൊണാൾഡ് ഡു എന്ന് പറഞ്ഞ ഒരു റെജീം ചേഞ്ച് എക്സ്പേർട്ട് ഉണ്ട്. അതായത് ഭരണ സംവിധാനങ്ങളെ അട്ടിമറിക്കാൻ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു ഡിപ്ലോമാറ്റ് ഉണ്ട്. അദ്ദേഹവും ഈ പ്രശ്നം നടക്കുന്നതിന് തൊട്ട് മുമ്പ് ബംഗ്ലാദേശിൽ എത്തിയിരുന്നു. അപ്പം എൻ്റെ ഒരു സംശയത്തെ കൂടുതൽ ബലപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. സിമിലർലി ബലാൻഷയും ഹീസ് ഓൾസോ ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് US ഡിപ്ലോമാറ്റ്സുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്താറുണ്ട്. പിന്നെ ഈ ഒരു വിഷയം ഓർക്കസ്ട്രേറ്റ് ചെയ്തത് തന്നെ ഇവർ സോഷ്യൽ മീഡിയ കൂടെ. അപ്പം ഇത് വേറൊരു ത്രെട്ടാണ് നമ്മളെ കാണിച്ചിരുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയ, അത് ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും അത് ഫേസ്ബുക്ക് ആണെങ്കിലും അത് വാട്സപ്പ് ആണെങ്കിലും, ഇറ്റ് ഈസ് ഓൾ കൺട്രോൾഡ് ബൈ വെസ്റ്റ് ആൻഡ് US എസ്പെഷ്യലി. അപ്പോൾ ഇതിൻ്റെ അൽഗറിതങ്ങളും റൂളും എന്ത് ട്രെൻഡിങ് ആവണം ഇതെല്ലാം നിശ്ചയിക്കുന്ന ആരാണ്? വെസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ കാണേണ്ടത് ഒരു ഡിജിറ്റൽ ഇമ്പീരിയലിസം അല്ലെങ്കിൽ ഡിജിറ്റൽ കൊളോണിയലിസമായിട്ടാണ് നമ്മളിതിനെ കാണേണ്ടത്. പണ്ട് അവർ ആയുധശേഷി ഉപയോഗിച്ച് നമ്മളെ കോളനൈസ് ചെയ്യുന്നെങ്കിൽ ഇപ്പോൾ അവരുടെ ഡിജിറ്റൽ പവർ ഉപയോഗിച്ച് നമ്മളെ കോളനൈസ് ചെയ്യുകയാണ്. അതായത് നമ്മൾ എന്ത് ചിന്തിക്കണം, എന്ത് പ്രവർത്തിക്കണം, നമ്മുടെ പെർസ്പെക്റ്റീവ് എന്താവണം, ഇത് സോഷ്യൽ മീഡിയ ഡിക്റ്റേറ്റ് ചെയ്യുന്നു. ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് തന്നെയാണ് ഇവിടെ പ്രശ്നം കൂടുതൽ വഷളാക്കിയിരിക്കുന്നത്. ഇത് ഫ്യൂച്ചറിൽ ഇന്ത്യക്കും ത്രെട്ടാവാം. കാരണം നമ്മൾ ജെന്യുവിനായിട്ടുള്ള കാര്യത്തിലും സോഷ്യൽ മീഡിയ ബാൻ ചെയ്താൽ ഇത് ആർട്ടിക്കിൾ 19 വയലേഷൻ ആണെന്ന് പറഞ്ഞ് ഇവർക്ക് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാം. സോ വാട്ട് വി നീഡ് ഇസ് ഇന്ത്യൻ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇന്ത്യൻ പ്ലാറ്റ്ഫോംസിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. ദാറ്റ് ഈസ് ദ നീഡ് ഓഫ് ദ അവർ.